തൊപ്പി ഒളിവിൽ. ഇന്ന് രാവിലെ തൊട്ടേ വരുന്ന ന്യൂസാണ് തൊപ്പിയെ പറ്റിയിട്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. കാര്യം നിലവിൽ തൊപ്പിയുടെ കയ്യിൽ നിന്നിട്ട് ഈ പറയുന്ന MDMA ഒന്നും പിടിച്ചിട്ടില്ല. എന്തായാലും തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിനെയാണ് ഇപ്പം നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു വാർത്തയൊന്ന് കണ്ടു നോക്കാം. രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ. മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും. ശ്യാം, ഏറെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി. എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കേസ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത്. തുടർന്ന് രാസലഹരി പിടികൂടിയത്. ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി. ഓക്കെ, എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക്? അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് 3 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവർക്ക് നിലവിൽ ജാമ്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതിനകത്ത് വാർത്തക്കകത്ത് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ബാക്കി 2 പേർക്കും കൂടെ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം തൊപ്പിയുടെ പേരിലാണ് ഈ ഫ്ലാറ്റ് ലീസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാലും ഈ എമൗണ്ട് കുറവായ സ്ഥിതിക്കും ബാക്കി 2 പേർക്ക് ഉപയോഗിച്ചെന്ന് പ്രഥമദൃഷ്ടിയാൽ കണ്ട 2 വ്യക്തികൾക്കും മുൻകൂർ ജാമ്യം കിട്ടിയ അവസ്ഥയിൽ തൊപ്പിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായി. കാര്യം മറ്റേ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇപ്പം ഈ പറയുന്ന തൊപ്പിയുടെ ലീസിന് കണ്ടെടുത്തിരിക്കുന്നു ആ ഫ്ലാറ്റ്, അല്ലേ? അപ്പം തൊപ്പിയുടെ പേരിലാണത്. അപ്പം തൊപ്പി ഇപ്പൊ ഈ സാധനം തൊപ്പിയുടെ കയ്യിൽ നിന്ന് പിടിച്ചില്ലെങ്കിൽ പോലും തൊപ്പിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ സാധനം കണ്ടെടുത്ത് കഴിഞ്ഞാൽ പിടിക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? അല്ല, തൊപ്പിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അല്ല. അപ്പൊ അതിന്റെ ഒരു കസ്റ്റോഡിയനായിട്ട്, അല്ലെങ്കിൽ അത് പിടിക്കപ്പെടുമ്പോൾ അത് കൈവശം വെച്ച ആളിൽ നിന്നും പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇപ്പൊ ഡ്രൈവറുടെ കയ്യിലാണല്ലോ കൈവശം ഇരുന്നത്. അപ്പോ ഇത് ഈ പറയുന്ന തൊപ്പി അവിടെ ഇല്ല. തൊപ്പി വാടകയ്ക്കെടുത്ത വീടാണെങ്കിൽ തന്നെയും അത് ഉപയോഗിക്കുന്നതും കൈവശം വെച്ചതും വേറെ ആൾക്കാരാണ്. ഓക്കെ, അല്ലേ? അതെ. അപ്പോൾ എന്തായാലും വേറൊരു കാര്യമുണ്ട്. തൊപ്പി എന്തായാലും കുറച്ച് നാളായിട്ട് പുള്ളിക്കാരൻ്റെ വിവരവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കാര്യം എല്ലാം നിർത്തുവാന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഐഷോ സ്പീഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടറായിരുന്നു പുള്ളി ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. കാര്യം എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. കാര്യം എനിക്ക് പേഴ്സണലി വലുതായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയാം. തൊപ്പി അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഐഷോ സ്പീഡിൻ്റെ ഒക്കെ ഈ പറയുന്ന പോലത്തെ പരിപാടിയൊക്കെ കാണിച്ചു തുടങ്ങി. അത് ഒരുപാട് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പയ്യന് നെഗറ്റീവും ഉണ്ടായിരുന്നു. ഈ അടുത്തൊരു വിഷയം കണ്ടില്ല, പോലീസുകാർ കയറി വന്നിട്ട് ഡോർ ചവിട്ടി പൊളിച്ച സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയൊരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും നമുക്ക് ബാക്കിയോടെ കണ്ടുപോകാം. തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇത് ആദ്യം പാലാരിവട്ടം പോലീസ് കേസെടുത്തത് 3 പേരെയാണ് പ്രതി ചേർത്താണ് കേസെടുത്തത്. മുഹസിബ്, സുഹൈൽ, ജാബിർ, ഇവർ 3 പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ്. മൊത്തം ആകെ ഈ കേസിൽ 8 പേരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ 5 തൊപ്പി ഉൾപ്പെടെ, നിഹാദ് ഉൾപ്പെടെ മറ്റ് 4 പേരാണ്, മൊത്തം 4 പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷ നാളെ ഈ കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ, ജാബർ എന്ന് പറയുന്ന പുള്ളിയായിരുന്നു. കാര്യം എനിക്ക് തോന്നുന്നു ആ പയ്യനായിരുന്നു ഡ്രൈവർ, അല്ലേ? അവന് ഇതിന്റെ കച്ചവടം ഉണ്ടായിരുന്നു എന്നല്ലേ പറയണത്? എന്തോ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്? അല്ല, ജാബർ ആയിട്ട് ബന്ധുതയുണ്ട്, അല്ലെങ്കിൽ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഒരു കച്ചവടം ഉണ്ടെന്ന് പറയുമ്പോൾ തൊപ്പിക്ക് ഇതിനകത്ത് നേരിട്ടൊരു പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയിട്ടില്ല ഇതുവരെ. ഉണ്ടാകുമോ? ഇല്ല, അതല്ല. കാരണം ഡ്രൈവർ ആകുമ്പോൾ ഒബ്വിയസ്ലി എന്തായാലും ഒരു സംശയം വരും. കാര്യം തൊപ്പിയുടെ മണ്ടയിലോട്ട് എന്തായാലും ചൂണ്ടും. കാര്യം പോലീസുകാരെ സംബന്ധിച്ച് തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി അത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ തൊപ്പിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംഭവം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? കാര്യം ഈ ഒരു വിഷയത്തെ ഒരിക്കലും തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. എന്തായാലും തൊപ്പി മുൻകൂർ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ജാമ്യം കിട്ടുമെന്ന്, എനിക്ക് ഉറപ്പില്ല. കാര്യം ഈ ഒരു ഡ്രൈവർ പയ്യനെ ഓൾറെഡി ഇതിന്റെ ബിസിനസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തൊപ്പിയുടെ കയ്യിൽ നിന്ന് സാധനം എടുത്തിട്ടില്ല. എടുക്കാത്ത സ്ഥിതിക്ക് തൊപ്പിയുടെ പേരിൽ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒളിവിൽ പോകുന്ന എന്തിന്റെ പേരിലായിരിക്കാം?
നിങ്ങളുടെ ഒരു കണക്കൂട്ടല്? അല്ല, ഒളിവിൽ പോകുന്നത് ചിലപ്പം ഭയന്നിട്ടായിരിക്കാം. അതായത് ഇതുപോലെ സമാനമല്ലെങ്കിൽ തന്നെ ഇതിലും കട്ടിയായിട്ടുള്ളൊരു കേസായിരുന്നു വിക്കി തഗിന്റെ. അവനിറങ്ങി ഓടുകയായിരുന്നു. അപ്പൊ പ്രഥമ ദൃഷ്ടിയാല് നമുക്കൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ തെറ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്, അതായത് അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിദ്ദിഖ് കാണിച്ച കൂട്ട് ഒളിവിൽ പോവുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ എങ്ങനെയാണ് അതിന്റെ ആ FIR റിപ്പോർട്ടും അതിന്റെ തീവ്രതയും എങ്ങനെയൊക്കെയാന്ന് ഇവർക്ക് അടിയെ അറിയാൻ പറ്റും, അല്ലേ? മനസ്സിലായി. വക്കീലും ഈ പിടിച്ച പോലീസുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് വെച്ച് അവർക്കറിയാൻ പറ്റും FIR. അങ്ങനെ പയ്യെ ഇൻട്രൊഡ്യൂസ് ഈ പ്രതിയെ അല്ലെങ്കിൽ ഈ പറയുന്ന തൊപ്പിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കാം മേ ബി. മനസ്സിലായി. പക്ഷെ ഈ തൊപ്പിയെ അടുത്ത് അറിയാവുന്ന ആൾക്കാർ പറയണത്, തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന മദ്യമോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഈ പറയുന്ന ലഹരി സാധനങ്ങളോ ഉപയോഗിക്കാത്ത ഒരുത്തനാണ് എന്നാണ് മിക്ക ആൾക്കാരും സംസാരിക്കുന്നത് കേട്ടോ. തൊപ്പിയെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ തൊപ്പി തന്നെ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. കൊറേ ആള് മയക്കുമരുന്നിന്റെ സംഭവം പറയണം. ഞാൻ മയക്കുമരുന്നുള്ള ഇതെല്ലാം പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു. ആ ഉമ്മാനോട് ഉറപ്പിച്ച് തലയെ കൈവച്ച് ഞാൻ സത്യം ചെയ്ത എന്റെ ശരീരത്തിൽ ഒരു തുള്ളി മയക്കുമരുന്നോ ഒരു ഇതോ ഇല്ല. സദാചാരി കുഞ്ഞായ്മ പട്ടികൾ വന്നിട്ട് വെറുതെ കരയിപ്പിച്ചിട്ട് പോകുന്നടാ വെറുതെ. അത് കഴിഞ്ഞിട്ട് ഉമ്മാനൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷെ അത് പറഞ്ഞാൽ ഇവര് വന്നിട്ട് വേദനിപ്പിച്ചിട്ട് പോകുന്നതിന് അതെന്തൊരൊട്ട പരിപാടിയാണത്. ഇത് ആക്ച്വലി കുറെ നാൾക്ക് മുന്നേ വന്നൊരു വീഡിയോ ആണ്. ഇതിനകത്ത് തൊപ്പി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ പലരും ഈ പറയുന്ന പോലെ തന്നെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നത് പറഞ്ഞോ അല്ലെങ്കിൽ വീഡിയോയ്ക്കകത്ത് നമ്മൾ വന്നിരുന്ന് പറയുന്ന കണക്കോ അങ്ങനെയല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് തൊപ്പി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, ഡിപ്രഷൻ ഘട്ടത്തിലൂടെ ആയിരുന്നു പൊക്കോണ്ടിരുന്നതെന്ന്. ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ തൊപ്പി ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് പോയി കാണുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പം ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും പിള്ളേര് ഒത്തിരി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അല്ലേ? തൊപ്പിയെ സംബന്ധിച്ചോളം പിള്ളേർ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേര് മരിക്കാൻ വേണ്ടി നിൽക്കുന്ന അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം എന്റെ ഒരു ചിന്താഗതി ഒരിക്കലും അയാൾ ഉപയോഗിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസമായിരിക്കും. കാര്യം അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് കാര്യം. ഇപ്പൊ ഈ എല്ലാ പിള്ളേരുടെ കയ്യിലും എല്ലാ തലമുറയുടെ കയ്യിലും ഇപ്പൊ ഫോണ്, യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്. മോഹൻലാലും മമ്മൂട്ടിയെ കഴിഞ്ഞ് ഉപരി, അല്ലേ? അവരാണ് ഇപ്പം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതിലേക്ക് പോകരുതെന്നും പോകപ്പെടത്തില്ലെന്നും ഉള്ള ഒരു ചിന്താഗതി ഉള്ളതാണ് എന്റെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ എന്താ പറയണ്ട, എന്തായാലും ബാക്കിയോടെ ഒന്ന് കണ്ടു നോക്കാം. നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഈ കേസ് സുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത്. ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. നടപടിക്രമങ്ങളുടെ ഭാഗമായി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്യാം, ഈ തൊപ്പി ഇതിനകത്ത് ശരിക്കും പിടിച്ച 3 പെൺകുട്ടികളുടെ പേരുകളോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. ബാക്കി കൂട്ടുകാരുടെ ഉൾപ്പെടെ എല്ലാവരുടെയും പേര് വെളിപ്പെടുത്തി. അതെന്താ പ്രത്യേകിച്ച് അവർക്ക് വലിയ നിയമത്തിന് എന്തെങ്കിലും വ്യത്യാസമല്ലോ തോന്നുന്നില്ല. അങ്ങനെ നിയമത്തിന്റെ ഒരു എക്സെപ്ഷനും ആ ഒരു പെണ്ണിനെ വരുത്തേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ 28B അങ്ങനെ കണ്ടൊക്കെ പറയുന്നു. അപ്പൊ ഈ 28B ഉള്ള ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആദ്യമേ ചാനൽ പറയുന്നുണ്ട് എമൗണ്ട്, അതായത് പിടിക്കപ്പെട്ട സാധനത്തിന്റെ എമൗണ്ട് കുറവായിരുന്നു. അപ്പം ഈ 10 ഗ്രാമിന് മേളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ 10 വർഷം അങ്ങനെയൊക്കെ അപ്പം 1 കുറവായിരുന്നു. 2 ഈ തൊപ്പിയുടെ വീട്ടിൽ വന്ന ആ സ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. പ്രഥമ ദൃഷ്ടിയാൽ തൊപ്പി അവിടെ ഇല്ല. തൊപ്പി ഉപയോഗിച്ചോന്നും അറിയത്തില്ല. ഇത് കച്ചവടം നടത്തിയെങ്കിൽ തൊപ്പി കച്ചവടം നടത്തുവാന്ന് വെച്ചു. തൊപ്പിയുടെ കച്ചവടം അവിടെ നടക്കുന്നു. ഈ പെണ്ണുങ്ങൾ പിന്നെ എന്തിനാ അത് വന്നത്? മേടിക്കാനല്ലേ വന്നത്, അല്ലേ? അപ്പൊ അവർക്ക് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് ജാമ്യം കിട്ടിയല്ലോ. അതാണ്. അപ്പൊ തൊപ്പിക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ജാമ്യം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ജാമ്യം കിട്ടാനുള്ള വകുപ്പുണ്ട്, ഇല്ലേ? ഉണ്ട്. ഈ ഇടയ്ക്ക് വെച്ച് ഓം പ്രകാശിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു.
അതിനകത്ത് എന്തോ തോന്നുന്നു ഓം പ്രകാശിന് ജാമ്യം കിട്ടിയില്ലേ? ഓം പ്രകാശിന് സിമ്പിളായിട്ട് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടുക തന്നെയല്ല, കോടതി ഒരു പ്രസ്താവന നടത്തി. ഈ പോലീസിന് തെളിയിക്കാൻ പറ്റിയില്ലെന്നുള്ളൊരു നിഷ്ക്രിയത്വവും കൂടെ അവിടെ പറഞ്ഞു. അതെ, പോലീസിനെ നിശിതമായിട്ട് പോലീസിനെ കോടതി വിമർശിച്ചു. അപ്പോ ഓം പ്രകാശിനെ പിടിച്ചു. ഓം പ്രകാശിനെ പിടിച്ചെങ്കിൽ ഈ എലൈസ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റും കൊണ്ട് നമുക്ക് ബ്ലഡിനകത്ത് ഇതറിയാൻ പറ്റും, ഇത് ഉപയോഗിച്ചിട്ട് രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ക്രൊമാറ്റോഗ്രാഫി എന്നൊക്കെ പറയുന്നത് അത് ഏതാണ്ട് 8 മണിക്കൂർ 5 മണിക്കൂറും കൊണ്ട് ചെയ്യാവുന്ന സാധനം. 24 hours കഴിഞ്ഞ സാധനം കിട്ടും, നമ്മുടെ ബ്ലഡിലുണ്ടെങ്കിലും കിട്ടും. പിന്നെ കിട്ടും. അത് ഉപയോഗിക്കുന്ന ഇന്റൻസിറ്റി എത്ര നാൾ ഉപയോഗിക്കുന്നുണ്ട്, ക്രോണിക് ആണോ അങ്ങനെയൊക്കെയുള്ള ലെവൽ അനുസരിച്ചിരിക്കും. പുള്ളിക്കാരൻ ആക്ച്വലി ഒരു ഡോക്ടറാണ് കേട്ടോ, അതാണ് ഈ ഒരു വിഷയത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ അന്ന് ഈ സാമ്പിളോ അല്ലെങ്കിൽ ഒന്നും കളക്ട് ചെയ്തിട്ടില്ല ഈ ഓം പ്രകാശ് എന്ന് പറഞ്ഞാൽ 2009 സെൻസേഷണൽ കേസ് നടത്തിയ വ്യക്തിയാണ്. അയാളുടെ ജീവിതം തന്നെ ഡ്രഗ്സും മാഫിയയും കൊണ്ടാ. അയാൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് കിട്ടി, ബെയിൽ കിട്ടി, ജാമ്യം കിട്ടിയായിരുന്നു. അതെ, അപ്പൊ ഈ ഒരു വിഷയത്തിലപ്പം പിന്നെ തീർച്ചയായിട്ടും കിട്ടേണ്ടത്. പിന്നെ ഒളിവിപ്പോണ്ട കേസ് അതാണ് നീ പറഞ്ഞതാണ് പോയിന്റ്. ഒളിവിപ്പോണ്ട കാര്യമില്ല. കാര്യം തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്നൊരു ഒരു വ്യക്തമായിട്ടുള്ളൊരു ബോധമുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതാണ് കാര്യം. ഇവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാം. ഒരുപാട് എന്ത് പറയണ്ട, കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ചീത്തവിളി കേൾക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കാര്യം തൊപ്പിയെ ഫോളോ ചെയ്യുന്ന പ്രത്യേകിച്ച് ഈ പറയുന്ന പേരൻസിനൊക്കെ വലിയ താല്പര്യം ഇല്ല കുട്ടികളെ തൊപ്പിയെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെയും കൂടെ ഒക്കെ പേരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ തെറിയുള്ളി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം കാര്യം നിങ്ങൾ തന്നെ കണ്ടതാണ്, ഇടയ്ക്ക് വെച്ചിട്ട് മലപ്പുറത്ത് ഒരു ഇനാഗുറേഷന് തൊപ്പി ഇവിടെ വരാൻ പറ്റത്തില്ല, തൊപ്പി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഒരു എന്താ പറയണ്ട, ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ അങ്ങനെ ഉണ്ട്. അങ്ങനെ ചെന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, തൊപ്പിയെ ബേസിക്കലി തൊപ്പി കാണിക്കുന്ന പരിപാടികളോടൊന്നും നമ്മുടെ പൊതുജനത്തിലുള്ള പൊതുജനത്തിന് പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ല അല്ലേ? കാര്യം പുള്ളിക്കാരെ മാക്സിമം ആൾക്കാരെ എന്താ പറയണ്ടേ, അവരെ പേഴ്സണലി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും തൊപ്പി കാണിച്ചു കൂട്ടുന്ന ഈ പരിപാടികളിനകത്തോട്ടൊന്നും വലിയ യോജിപ്പില്ല. അതാണ് എൻ്റെ ഒരു സത്യം. പിന്നെ വി പൊതുജനം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു വാക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ തൊപ്പി ഈ ഓരോ ബ്രെഡ് കഷ്ണം എടുത്തോണ്ട് ഓടിയ സമയത്ത് ഈ പൊതുജനം എന്തിനാ വന്നത്? തല്ലാനാ വന്നത്. ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് പൊതുജനം വന്നത് തല്ലാനാ. എന്നാൽ പൊതുജനം ആ കുട്ടിക്ക് എന്താ പറ്റി, എന്തിനാണ് ചെയ്തത്, അതിനൊരു സഹായം അല്ലെങ്കിൽ അതിനൊരു അന്ത്യം വരുത്തുക, ആ കുട്ടിക്ക് എന്തേലും അതല്ല പൊതുജനം ചെയ്യുന്നത്. പൊതുജനം ഈ പറയുന്ന അയാളെ തല്ലുക എന്നുള്ള ആ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഒരു റൂമിലിരുന്ന് അവൻ പൈസ വെട്ടിപ്പിടിക്കുകയാണ്. ഈ പുതിയ ടെക്നോളജി അനുസരിച്ച് പൈസ വെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് കുരു പൊട്ടുന്നതാണ് പൊതുജനം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് കുറെ വിവരദോഷികളുണ്ട്. എന്ത് വന്നാലും കുറെ നെഗറ്റീവ് വന്ന് പറയാനായിട്ടും കമന്റ് ഇടാനായിട്ടും കുറെ ഉണ്ട്. കാര്യം എന്താണെന്നറിയോ, ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടുന്നത് കാണുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സഹിക്കത്തില്ല. അതിപ്പോ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ കൊല്ലംകാരി ഈ നാഗ ചേച്ചി എന്നൊക്കെ പറയുന്ന ആൾക്കാർ, നാഗ ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എത്രയോ പേര്, എന്ത് ഫാൻസ് ആണ്, എത്രയോ പേര്. അവരെയൊന്നും വേറെ ആരും പറയത്തില്ല. അതന്നെ, ഇതൊക്കെ തുടക്കിയിട്ട് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റാണ് ഇതിനൊക്കെ. പൊതുജനം എപ്പോഴും ചിന്തിക്കുന്ന എതിരാണ്. പക്ഷെങ്കില് പൊതുവായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൊതുവായിട്ടൊരു ധാരണ ഉണ്ടാവും. നമ്മുടെ ജീവിതമാണ് ആദ്യം നമുക്ക് വലുത്. എക്സാക്ട്ലി. തൊപ്പിയെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു വാദത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്നുള്ളൊരു അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? ജാമുണ്ണ ഇടയ്ക്ക് വെച്ചിട്ട് MDMA ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്തുവാണ് ഇതിനെ പറ്റി പറയാനുണ്ടോ? അപ്പൊ ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.